നമസ്കാരം. പലരും എന്നെ വിളിച്ച് വിഷമം പറയുന്നത് അവരെ ഓരോരുത്തരും ആത്മീയ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നു, ഗ്രഹിക്കുന്നു. ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്നു, അതുപോലെ മറ്റു പല ആത്മീയ ആൾക്കാരുടെ മെസ്സേജുകൾ കേൾക്കുന്നു. ഒക്കെ സൃഷ്ടാവാ ദൈവത്തെയാണ് എല്ലാവരും മുറുകെ പിടിച്ചിരിക്കുന്നത്. അങ്ങോട്ടാണ് എല്ലാവരുടെയും ആഗ്രഹവും. പക്ഷെ കൂടുതൽ ഭക്തി കൂടുന്തോറും, അല്ലെ പ്രാർത്ഥന കൂടുന്തോറും, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെ ധ്യാനത്തിന് വേണ്ടിയിട്ടൊക്കെ കൂടുതൽ സമയം കണ്ടെത്തും തോറുമൊക്കെ വിഷയങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പലർക്കും കൂടുന്നു. എന്നാൽ നേരത്തെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ അറിയുമ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അത് ക്രമാതീതമായ ആ പ്രശ്നങ്ങളൊക്കെ കൂടി വരികയും അല്ലെ തടസ്സങ്ങളൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്നതായിട്ട് ചിലർ എന്നെ വിളിച്ച് പറയുന്നു. അപ്പൊ ഇത് വെച്ചിട്ട് ബാക്കി ചില പ്രധാന കാര്യങ്ങളും കൂടി നിങ്ങളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ എന്റെ മുൻപത്തെ മെസ്സേജിലൊക്കെ സൂചിപ്പിച്ച് പോയതാണ്, എങ്കിലും ഇപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചില കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. നമ്മുടെ അറിവ് അല്ലെങ്കിൽ ആ ജ്ഞാനം, ഈ ജ്ഞാനവും അറിവും തമ്മിലുള്ള വ്യത്യാസം, അറിവെന്ന് പറയുന്നത് എവിടെ നിന്നും പലയിടത്തുനിന്നും അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ ശരികൾ കാണാം, തെറ്റുകൾ കാണാം. ഇതൊക്കെ പലതും നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയിലേക്കോ അല്ലെങ്കിൽ തലച്ചോറിലേക്കോ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അറിവുകൾ. പല കാര്യങ്ങളും പുതിയ അറിവുകൾ ഡെയിലി കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. പലതും പിന്നീട് അത് മാറി പോകുന്നു. ചിലത് പല അറിവുകളും പിന്നീട് അത് ശരിയല്ല എന്ന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ അറിവുകൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്നും ചില കാര്യങ്ങളായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു സത്യം അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ ആത്മാവിന് ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ ആത്മാവ് ഗ്രഹിക്കുകയും ചെയ്യും. ഈ കിട്ടിയ കാര്യം അനുസരിച്ച് ചില അനുഭവങ്ങളിലൂടെ, നിമിത്തങ്ങളിലൂടെ നമുക്ക് ഇത് ആണ് ശരി അല്ലെങ്കിൽ ഇതൊക്കെയാണ് കാര്യമെന്ന് അനുഭവത്തിലൂടെ നമ്മുടെ ആത്മാവ് തന്നെ അല്ലെങ്കിൽ മറ്റു അദൃശക്തികൾ നമ്മുടെ ആത്മാവിനെയും പഠിപ്പിക്കും. ആത്മാവ് പഠിച്ച ആത്മാവാണെങ്കിൽ നമ്മളതനുസരിച്ച് നിന്നു കൊടുത്തില്ലെങ്കിൽ, ബോധ മനസ്സുള്ള നമ്മൾ ആത്മാവിന് ഇഷ്ടമനുസരിച്ച് നിന്നില്ലെങ്കിൽ ആത്മാവ് തന്നെ നമ്മളെ അനുഭവത്തിലൂടെ പഠിപ്പിക്കും. ഇനി നമ്മുടെ ആത്മാവ് അത്രയും പഠിച്ചിട്ടില്ല, കാര്യം കഴിഞ്ഞ ജന്മങ്ങളിലൂടെ വളരെ കുറച്ചേ പഠിച്ചുള്ളൂ, ബാക്കി പഠിക്കാതെ ആത്മാവ് ഒന്ന് ഉഴപ്പി നിൽക്കുകയാണെങ്കിൽ മറ്റു അദൃശ്യ ശക്തികൾ ചില അനുഭവങ്ങളും സാഹചര്യത്തിലൂടെ നമ്മുടെ ആത്മാവിനെയും പഠിപ്പിക്കും. അപ്പൊ ഇത് രണ്ടും നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ പഠിച്ച കാര്യങ്ങളാണ് ശരിക്കും ജ്ഞാനമായി മാറുന്നത്. അനുഭവത്തിലൂടെ പഠിക്കുമ്പോഴാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ ആത്മാവ് ജ്ഞാനിയാവണത്. അപ്പോൾ എത്രത്തോളം നമ്മൾ കൂടുതൽ അറിവുകൾ കിട്ടി അതനുസരിച്ച് നിമിത്തങ്ങളിലൂടെ അത് പഠിക്കുന്നു, ഈ നിമിത്തങ്ങളിലൂടെ ഈ കാര്യങ്ങൾ പഠിക്കുന്നതാണ് പലർക്കും ഈ കഷ്ടം അല്ലെങ്കിൽ പ്രശ്നം ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ആത്മീയമായിട്ട് ഒരുപാട് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് സകലർക്കും സകല അറിവുകളും പല മേഖലയിലൂടെയും ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നല്ലതുണ്ട്, തെറ്റുണ്ട്, ശരിയുണ്ട്, ഒക്കെ ചീത്തയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതില് നല്ലത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ആത്മാവ് അതിൽ സെലക്ട് ചെയ്യുള്ളൂ. നമ്മളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, പക്ഷെ നമ്മുടെ ആത്മാവ് അതിൽ വേണ്ടത് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷെ സെലക്ട് ചെയ്താലും ഇത് അനുഭവത്തിലൂടെ ഒരു ക്ലാസ് പ്രകൃതി നമുക്കത് ചെയ്യും. ഇത് പ്രോഗ്രാമാണ്. അപ്പൊ ഈ മെസ്സേജുകൾ, ഈ ആത്മീയ അറിവും കാര്യങ്ങളെല്ലാം നിങ്ങൾ പല മേഖലയിലൂടെ ഇങ്ങനെ കേൾക്കുമ്പോൾ പണ്ടിങ്ങനെ ഇല്ല. പണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടുന്നത്, അതനുസരിച്ച് ജീവിത സാഹചര്യത്തിലൂടെ, നിമിത്തങ്ങളിലൂടെ, അത് അനുഭവത്തിലൂടെ പഠിക്കുന്നു. ഇങ്ങനെയായിരുന്നു ഇത്രയും നാളെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ സമയമില്ല. കാലഘട്ടം കഴിഞ്ഞതുകൊണ്ട് ദൈവം എല്ലാ അറിവും പെട്ടെന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സകലമാന അറിവുകൾ, ശരിയും തെറ്റും ഒക്കെ ഇങ്ങനെ കൊടുക്കുകയും. അപ്പൊ ഇത് എത്രത്തോളം നിങ്ങൾ കേട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ ജ്ഞാനിയാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് വരും, അതായത് അനുഭവങ്ങൾ വരും. അപ്പൊ ഈ അനുഭവങ്ങൾ വരുമ്പോൾ ഇതിന്റെ കാര്യകാരണങ്ങൾ ഇതാണല്ലോ എന്ന് മനസ്സിലാക്കി നിങ്ങൾ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ മറികടന്ന് നോർമലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ അറിവുകൾ ഞാനിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കോ ചില പ്രശ്നങ്ങളോ സാഹചര്യങ്ങളോ വരുമ്പോൾ ദൈവം എന്നെ കൈവിട്ടോ, അല്ലെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ എന്ന് വരെ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ പിന്മാറ്റത്തിലോട്ട് പോകും. അങ്ങനെ വരാതിരിക്കാനാണ് ഇതിന്റെ ശരിയും തെറ്റും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ എന്റെ ഈ മെസ്സേജ് കേൾക്കുന്നവർക്ക് വിഷയങ്ങളോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതിന്റെ കാര്യകാരണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ശേഖരിച്ച അറിവിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് പലർക്കും ഭയങ്കര കഷ്ടമായി ഫീൽ ചെയ്യുന്നത്. ഇപ്പം എന്റെ മെസ്സേജ് കേട്ട പല കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഈ പല കാര്യങ്ങളും കേൾക്കുന്നു, ഇപ്പൊ ഞാൻ ഈ പല കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഇതൊന്നും പെട്ടെന്ന് നിങ്ങൾ ചാടിക്കയറി അങ്ങ് അനുസരിക്കുകയൊന്നുമില്ല എന്നുള്ളത് എനിക്കും അറിയാം,
ഈ പ്രകൃതിക്കും അറിയാം. കാരണം ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞ ഒരു കൊച്ചുകുട്ടി നമ്മുടെ വീട്ടിൽ മെഴുകുതിരിയോ വിളക്കോ കത്തിച്ച് വെക്കുമ്പോൾ ഈ കൊച്ചുകുട്ടി അതിൽ തൊടാനായിട്ട് ഇങ്ങനെ ടെൻഡൻസി കാണിക്കും, താല്പര്യം കാണിക്കും. അപ്പൊ നമ്മൾ കൈപൊള്ളും എന്ന് പറയുമ്പോൾ ഈ കൈപൊള്ളും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അറിവാണ്. ഈ കുട്ടി അത് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ കൈപൊള്ളൽ അറിഞ്ഞൂടാ. പൊള്ളൂന്നേ നമ്മൾ പറയണ ആ അറിവേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഈ കുട്ടി എന്താണോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ പതുക്കെ കൈ നീട്ടി വിരൽ നീട്ടി അതിൽ തൊടാൻ ശ്രമിക്കും. ഇത് ചെയ്തിരിക്കും. അതാണ് മനുഷ്യൻ സ്വതന്ത്രൻ എന്ന് പറയുന്നത്. സ്വതന്ത്രനായ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യനെ നമുക്ക് വിരട്ടി പിടിച്ചങ്ങനെ നിർത്താനൊന്നും പറ്റൂല. അങ്ങനെ നിർത്തിയാലും ആ ഒരു സിറ്റുവേഷൻ മാറിയാൽ അവൻ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ ചെയ്യാൻ പ്ലാൻ ചെയ്തത് അതേ ചെയ്യൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ ശരിക്കും അവനെ ജ്ഞാനം അല്ലെ ജ്ഞാനിയായി മാറ്റുന്നത് അനുഭവങ്ങളിലൂടെയാണ്, അറിവിലൂടെയല്ല. പക്ഷെ അറിവുണ്ടെങ്കിലേ അനുഭവിപ്പിക്കാൻ പറ്റൂ. ഇപ്പൊ ഇങ്ങനൊരു കാര്യം അറിവ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ പ്രാക്ടിക്കൽ വരും? അപ്പൊ അറിവ് എവിടെ നിന്നെങ്കിലും കിട്ടും. ദൈവം അത് കൊടുക്കും, ആരെയിലൂടെയെങ്കിലും കൊടുക്കും. ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് പറയുന്നു ഓക്കെ, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിന്റെ അപ്പുറത്തുള്ളവരോ അല്ല അയൽവക്കത്തുള്ളവരോ അല്ല ബന്ധുക്കളിലൂടെയോ ഇല്ലെങ്കിൽ സ്വന്തം മക്കളിലൂടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെയൊക്കെ അറിവുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. അത് പ്രകൃതി അത് പ്രോഗ്രാം ചെയ്ത് ഏതെങ്കിലും വഴിയുടെ അറിവ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ അറിവ് കിട്ടിയതിന് ശേഷം നമ്മളത് തള്ളിക്കളയുകയും അല്ലെങ്കിൽ പഴയ പോലെ തന്നെ നമ്മൾ അതിലാണ് താല്പര്യം, ഇത്ര നാൾ ഇങ്ങനെയല്ലായിരുന്ന എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ ഇതല്ല ശരി എന്ന രീതിയിൽ പ്രകൃതി നമ്മളെ പഠിപ്പിക്കാനായിട്ടാണ് ഈ സാഹചര്യങ്ങൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കത് ഭയങ്കര കഷ്ടമായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ പ്ലാൻ തെറ്റുന്നു. നമ്മുടെ പ്രതീക്ഷയും പ്ലാനും തെറ്റണോണ്ടാണ് നമുക്ക് ഭയങ്കരമായ കഷ്ടം വരുന്നത്, ഭയങ്കര സഹിക്കാൻ പറ്റാത്തത്, മരിച്ചു കളയണം എന്നൊരു തോന്നുന്നത് നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പ്ലാൻ പൊളിയുമ്പോഴാണ്. പക്ഷെ ഇത് പൊളിഞ്ഞാലേ ഈ വ്യക്തിക്ക് ശരി പഠിപ്പിക്കാൻ പറ്റൂ. അല്ല ഇതങ്ങ് സക്സസ് ആക്കി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ എന്ന് ഈ തെറ്റുകളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ പിന്നെ അടുത്ത ജന്മം കൊടുക്കേണ്ടി വരും, അല്ല അതിന്റെ അടുത്ത ജന്മം കൊടുക്കേണ്ടി വരും. അപ്പൊ ജന്മങ്ങൾ എങ്ങനെ ഇല്ല, കൊടുക്കാനില്ല, സമയം കഴിഞ്ഞു. അപ്പൊ ഈ ഉള്ള ജന്മത്തിൽ തന്നെ മാക്സിമം കിട്ടിയ അറിവിലൂടെ അവനെ ജ്ഞാനിയാക്കണം, അല്ലെങ്കിൽ അനുഭവത്തിലൂടെ പഠിപ്പിക്കണം. അപ്പൊ ഈ കൊച്ചുകുട്ടി നമ്മളില്ലാ സമയത്ത് കൈനീട്ടി വരിക, ആ തീയിൽ തന്നെ തൊടുമ്പം ഒരു പ്രത്യേക ഒരു എഫക്റ്റ്, ഒരു അനുഭവം ആ വിരൽ തുമ്പിൽ ആ തീയിലൂടെ അനുഭവിക്കുമ്പോഴാണ് ആ കുട്ടി മനസ്സിലാക്കുന്നത് ഇതാണ് അച്ഛനും അമ്മയും പറയുന്ന കൈ പൊള്ളും, ഇതാണ് പൊള്ളും എന്ന് പറയുന്ന സാധനം. അപ്പൊ കൊച്ചു ചിലപ്പോൾ ഒന്ന് കരയും, ചിലപ്പം കരയോലുമില്ല, അത് കടിച്ചു പിടിച്ച് അച്ഛനും അമ്മയും ഇത് അറിയണ്ടെന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ആയിട്ട് വിരലൊക്കെ ഒന്ന് തൂത്ത് ഒന്ന് ചെറിയ കണ്ണീരോടുകൂടിയൊക്കെ അങ്ങ് ഇരിക്കും. പക്ഷെ പിന്നീട് ആ കുട്ടി തീയിൽ തൊടാൻ ആഗ്രഹിക്കില്ല. കാരണം പഠിച്ചു, അനുഭവത്തിലൂടെ പഠിച്ചു. എന്നാൽ നമ്മൾ എത്ര പറഞ്ഞാലും ആ കുട്ടി പിന്നെയും കൈനീട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ ഒന്ന് കണ്ണടച്ചു കൊടുക്കണം എന്നാണ് പ്രകൃതിയുടെ വ്യവസ്ഥ. അപ്പൊ ചെറിയൊരു അനുഭവം കിട്ടുമ്പോൾ അങ്ങ് പഠിച്ചോളും. ഇങ്ങനെയാണ് പ്രകൃതി നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത്. പ്രകൃതിയുടെ കണ്ണിൽ അല്ല ദൈവത്തിന്റെ കണ്ണിൽ നമ്മളെല്ലാവരും കൊച്ചു കുട്ടികളാണ്. വെറും 3 ഡയമെൻഷനിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളെയാണ്. ഇനി അടുത്ത 4th ഉണ്ട്, 5th ഉണ്ട്, 6th ഉണ്ട്, 7th ഉണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വെറും കുട്ടികളാണ്. ദൈവം എൻ്റെ അടുത്ത് പറയുന്നത് ഈ 3 ഡയമെൻഷനിൽ സകലമാന കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ശരിക്കും ആ ഒരു മോക്ഷ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് തോന്നും ആ മോക്ഷം അല്ല, അടുത്ത ക്ലാസ്സായ 4th ഡയമെൻഷനിലിട്ട് അടുത്ത് പഠിപ്പിക്കും. അപ്പൊ ഇത് നമ്മുടെ നഴ്സറി ക്ലാസ് ആണ്, തുടക്കമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഭൂമിയിലെ 3 ഡയമെൻഷനുള്ള മനുഷ്യ ജീവിതം ദൈവത്തിന്റെ കണ്ണിലൊക്കെ നമ്മൾ എത്ര വലിയ ആത്മീയ ഗുരുക്കന്മാർ നല്ല താടിയൊക്കെ വളർത്തി ഭയങ്കര ജപിച്ചൊക്കെ ഇരുന്നാലും പ്രകൃതിയുടെ കണ്ണിൽ ശിശു, ഒരു കൊച്ചു കുട്ടിയായിട്ടേ ദൈവം കാണുള്ളൂ എന്നാണ് എനിക്ക് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു കുട്ടിയെ പഠിപ്പിക്കും പോലെയാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് മക്കൾ തെറ്റ് ചെയ്താൽ അടികൊടുത്ത് വളർത്തുന്ന മാതാപിതാക്കൾ കുട്ടികളെ അടികൊടുത്ത് വിരട്ടി പഠിപ്പിക്കണമെന്ന് വേദഗ്രന്ഥങ്ങളിലേക്ക് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അങ്ങനെയാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ അറിവ് കൊടുക്കുന്ന കാര്യം മൈൻഡ് ചെയ്യാതെ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകും. പക്ഷെ അറിവ് എന്നിലൂടെ ദൈവം തന്നു കഴിഞ്ഞു, ഇല്ലേ വേറെ ഏതെങ്കിലും ഗുരുക്കന്മാരിലൂടെ അറിവ് തന്നു കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ജീവിതം അങ്ങനെ നേരത്തെ പോലെ തന്നെയാണ്. അറിവുണ്ട്, അതൊരു സൈഡിൽ വെച്ചേക്കും. പക്ഷെ മറ്റേതങ്ങോട്ട് പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ബ്ലോക്ക് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ ചെയ്യുമ്പോൾ ഈ അറിവ് കിട്ടിയ അറിവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രശ്നം സോൾവ് ആകുമ്പോൾ നിങ്ങൾ ജ്ഞാനത്തിലൂടെ അത് പഠിച്ചു, നിങ്ങൾ ജ്ഞാനിയായി, നിങ്ങളുടെ ആത്മാവ് പഠിച്ചു നിമിത്തങ്ങളിലൂടെ. ഈ നിമിത്തങ്ങളാണ് നമുക്ക് ഭയങ്കര കഷ്ടങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് തോന്നും കൂടുതൽ ദൈവോട്ട് അടുക്കുന്നു, കൂടുതൽ പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം പ്രശ്നങ്ങൾ അങ്ങോട്ട് കൂടുന്നതേ ഉള്ളൂ. പ്രശ്നം കൂടാതെ
പ്രശ്നം സോൾവ് ആവുന്ന ഒരുപാട് പേരുണ്ട്. പലരും എന്നെ വിളിച്ച് നേരത്തെക്കാട്ടിലും പ്രശ്നങ്ങൾ സോൾവ് ആകുന്നുണ്ട്, ഇപ്പൊ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്, കുടുംബത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നതിന്റെ അപ്പൊ എനിക്ക് കേൾക്കുമ്പോഴേ എനിക്കറിയാം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ പാലിക്കുന്നുണ്ട്, ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ മാറുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, സൃഷ്ടാവൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഹരിച്ചും കുണിച്ചൊന്നും നോക്കണ്ട, എനിക്ക് എന്നെ മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. പക്ഷെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും ആ മാറ്റം വരുന്നില്ല, അത് അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ടാണ് പ്രകൃതി പഠിപ്പിക്കുന്നത്. അപ്പൊ പ്രകൃതി പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി പഠിപ്പിക്കുകയുള്ളൂ. ഇത് എങ്ങനെ സ്ട്രിക്റ്റ് ആക്കും, അതാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരേപോലെ അല്ല സ്ട്രിക്റ്റ്. ഇപ്പൊ 1ാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കുന്ന സാറ് ആ 1ാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല 2ാം ക്ലാസ്സിലെ പഠിപ്പിക്കുന്നത്. അതേപോലെ ഒന്നും ആയിരിക്കില്ല 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന സാറുമാർ പഠിപ്പിക്കുന്നതിന് ഓരോരോ രീതികളുണ്ട്. അതുപോലെ പ്രകൃതിയിൽ ആത്മീയ വളർച്ച വരുന്ന ആത്മാക്കളെ അല്ലെ വ്യക്തികളെ പഠിപ്പിക്കുന്നതിന് രീതിയുണ്ട്. ഇപ്പം പ്രകൃതിയിലെ വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ പാലിച്ചു പോകുന്നവർക്കാണ് പ്രകൃതിയിലുള്ള അല്ലെ ഇവിടെയുള്ള സകലമാന കാര്യങ്ങൾ ഓക്കെയായി വരുന്നത്, തടസ്സങ്ങളൊന്നുമില്ലാതെ സന്തോഷം സുഖവും ഒക്കെ കിട്ടുന്നത്. പക്ഷെ ആത്മീയത്തിൽ ഒന്നും അറിഞ്ഞുകൂടാ, മൃഗങ്ങളിൽ നിന്നൊക്കെ പതുക്കെ ഒരു മനുഷ്യജന്മം എടുത്തതേ ഉള്ളൂ, സ്വതന്ത്രനാക്കി വിട്ടതേ ഉള്ളൂ. അപ്പോഴ ആത്മാവെന്തെന്ന് അറിഞ്ഞുകൂടാ, ദൈവം എന്തെന്ന് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ നിരീശ്വരവാദമൊക്കെ പറഞ്ഞ് ഇപ്പൊ കാണുന്ന കാര്യത്തിലൊക്കെ ഇതാണ് ലോകം എന്ന് വിചാരിച്ച നല്ല അറമ്പാതിച്ച് സുഖിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ അവൻ വെറും ഒരു പ്ലേ ക്ലാസ് കുട്ടിയായിട്ട് കണക്കാക്കിക്കൊണ്ട് ഈ പ്രകൃതിയായ നമ്മുടെ സാറുമാര് ആ കുട്ടിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. കുട്ടി എന്തൊക്കെ കാണിച്ചാലും ചിരിച്ചും കൊണ്ട് വേണ്ടതെല്ലാം കൊടുക്കും, സമയം കൊടുക്കും. പക്ഷെ ഓരോ കാര്യങ്ങളും ശരിയും തെറ്റുകളും ഏതെങ്കിലും വഴിയിലൂടെ ഇപ്പൊ അധ്യാപകരിലൂടെ ഒരു കുട്ടി എടുത്ത് പറയണം ഇങ്ങനെ പാടില്ല. ഇപ്പൊ ക്ലാസിന്റെ അകത്ത് ഇരുന്ന് മൂത്രമൊഴിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പൊ മൂത്രം ഒഴിച്ചെന്ന് പറഞ്ഞ് കുറ്റിയെ എടുത്തിട്ട് അടിക്കുകയൊന്നുമില്ല. അതേസമയം 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി ക്ലാസിന്റെ അകത്ത് മൂത്രം ഒഴിച്ച് വെച്ചെങ്ങനെ ഇരിക്കും? അപ്പൊ ഒരു പ്ലേ ക്ലാസ്സിലെ കുട്ടി അല്ലെങ്കിൽ ഒരു വെറും പൊടി കൊച്ചിനെ കൊണ്ടുവന്ന് ഡേ കെയറിലെ കൊണ്ടിരുത്തുമ്പോൾ നമ്മൾ മൂത്രമൊഴിച്ച് കട്ടിലെ അല്ലെ കൂടെ പഠിക്കുന്നിടത്ത് മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷയൊന്ന് സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കും, അങ്ങനെ പാടില്ല. പല ആവർത്തി പറയും. എന്നിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വിരട്ടി ഒന്ന് വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെയേ പഠിപ്പിക്കുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് പ്രകൃതി ആത്മീയ വളർച്ച ഇല്ലാത്ത മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും മീശയുണ്ട്, താടിയുണ്ട്, വണ്ണമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, വലിയ വലിയ ജോലിയുണ്ട്, കളക്ടറാണ്, മന്ത്രിയാണ്, IAS ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ആത്മീയത്തില് ഈ ഡേ കെയർ വളർച്ചയെ കാണുള്ളൂ. അപ്പൊ അവർക്ക് എന്തൊക്കെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കാണിച്ചാലും പ്രകൃതി അവർക്ക് വേണ്ട രീതിയിൽ സംരക്ഷണം കൊടുത്ത് കൊണ്ടുപോയിക്കൊള്ളും. കാര്യം ഒരു വളർച്ചയില്ല, ദൈവം എന്തെന്ന് പറഞ്ഞുകൂടാ, ഭക്തിയില്ല, ഒന്നുമില്ല. ഇതാണ് ലോകം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്, അങ്ങനെ ഉള്ളവരുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് അവരുടേതായ രീതിയിലെ സാറന്മാര് സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുകയുള്ളൂ. അതേസമയം അനുഭവങ്ങളിലൂടെ ആത്മീയ വളർച്ച നേടിയ ഈ കളക്ടറും MLA അല്ലെങ്കിൽ മന്ത്രിയും ഒക്കെ അവരുണ്ട്, അവർക്ക് സ്ട്രിക്റ്റ് ആയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ഒരേപോലെ നമുക്ക് കാണും. പക്ഷെ പ്രകൃതി നോക്കുമ്പോൾ ആത്മാക്കളെ നോക്കുള്ളൂ. അപ്പൊ പ്രകൃതി ആത്മാക്കളെ നോക്കുമ്പോൾ ചില ആത്മാക്കള് വെറും കൈക്കുഞ്ഞ്, ചില ആത്മാക്കള് ഗർഭപാത്രത്തിന്റെ അകത്തേ ഇരിക്കുന്നുള്ളൂ, പുറത്തുപോലും വന്നിട്ടില്ല, അത്രേ വളർച്ചയുള്ളൂ. ചിലര് ഭ്രൂണമായിരിക്കും, വെറും ഭ്രൂണത്തിന്റെ അത്രേ ആത്മീയ വളർച്ച കാണുള്ളൂ. അപ്പം പ്രകൃതി അത് നോക്കിയാണ് അവർക്ക് വേണ്ട നീതി ന്യായങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും മനുഷ്യരായിട്ട് കാണുന്നു. ഇപ്പൊ നമ്മൾക്ക് ദൈവത്തിന് ഇങ്ങനെ ഒരു നെറുകേട് അല്ലെങ്കിൽ നീതി ഇല്ലേ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല, പക്ഷെ ഇതൊന്നും ഇല്ലാത്ത അവൻ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും നിരാശയും വിഷമമൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതിന്റെ കാരണം ഇതാണ്, പ്രകൃതി നോക്കുന്നത് ആത്മീയ വളർച്ച നോക്കിയാണ് അവരെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഒരു കൊച്ചു കുട്ടി പറഞ്ഞില്ലേ, അത് വാരി കൊടുക്കും. ചിലപ്പം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ല എന്നും പറഞ്ഞ് ചിലപ്പം അവിടുത്തെ ആ ഡേ കെയറിലെ ആയ അല്ലെങ്കിൽ ആ ജോലിക്കാരികൾ അവർക്ക് ചിലപ്പോൾ ആഹാരം വാരി കൊടുക്കും, നിർബന്ധിച്ചു കൊടുക്കും. അപ്പൊ പക്ഷേ 10ാം ക്ലാസ്സിലെ കൊച്ചിന് അവൻ ആഹാരം കഴിച്ചില്ല എന്ന് പറഞ്ഞ കുട്ടി ആഹാരം കഴിച്ചില്ല എന്ന് സാറന്മാരെ വാരി കൊടുക്കുക, വേണോ ഇതൊന്നിട്ട് പോടെ എന്ന് പറയും. അപ്പം അല്ലാതെ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എത്രത്തോളം ആത്മീയ വളർച്ച എങ്ങനെയാണ്? ഈ പ്രകൃതിയുടെ വ്യവസ്ഥകളും നിയമങ്ങളും തിരിച്ചറിഞ്ഞിട്ട് അനുഭവത്തിലൂടെ പഠിക്കുന്നവർക്കാണ് ഈ ആത്മീയ വളർച്ച. ചുമ്മാ കേട്ടോണ്ടിടന്നാൽ ആത്മീയ വളർച്ചയില്ല. ഇപ്പൊ അവരും ഒക്കെ കാണും. നമ്മൾ നോക്കുമ്പോൾ ഒരു കളക്ടർ ആയിട്ടിരിക്കുന്ന നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ഇപ്പൊ പറഞ്ഞ തെറ്റായി പോവും. പക്ഷെ ഒരു രാജ്യത്തിന്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ വരെ മന്ത്രിയോ അങ്ങനെയൊക്കെ വലിയ വലിയ ലെവലിലുള്ളവരായിരിക്കും. പക്ഷെ അവര്
ഏതെങ്കിലും പ്രതിമയുടെ അടുത്ത് ചെന്ന് പോയി കണ്ണീരോടുകൂടി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞ്, അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവർക്ക് അത്രയും വലിയ പൊസിഷനും കാര്യങ്ങളും ദൈവത്തിന്റെ ഒരു കൃപയാൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. അതിന് യോഗ്യത വന്ന് ആത്മീയ വളർച്ച നേടിയെന്നും നേടണതല്ല ഇത്. അപ്പൊ അവരൊന്നും ഈ ആത്മീയ വളർച്ച നേടി നടക്കുന്നില്ല. ആത്മീയ വളർച്ച നേടിയ വ്യക്തികൾ ഇങ്ങനെ വലിയ വലിയ ലെവലിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ദൈവത്തെ കാണാനോ അല്ലെങ്കിൽ ഭക്തിപൂർവ്വം അങ്ങനെയൊന്നും പോകൂല. ഇപ്പം നമ്മളെപ്പോഴും ഈ ശരീരം അല്ലെങ്കിൽ ഈ ഭൗതിക തലത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷെ ദൈവം കാണുന്നത് അവരുടെ ആത്മാവിനെയാണ്, അവരുടെ മനസ്സ്. ഇതറിഞ്ഞാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ പൊസിഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഭൗതികത്തിലുള്ള വലിയ ലെവൽസ് ഒന്നും അല്ല വിഷയം. ആത്മീയ കാര്യങ്ങൾ ജന്മങ്ങളിലൂടെ എന്ത് പഠിച്ചു, ഇപ്പോ ഈ ജന്മത്തിൽ എന്ത് പാലിക്കുന്നു, ഇവിടെയാണ് ആ സ്ട്രിക്ട്നെസ് അവരെ പെട്ട് പഠിപ്പിക്കുന്നത്. അപ്പോഴവർക്ക് താങ്ങാൻ പറ്റൂല. കാരണം മറ്റുള്ളവരെ പോലെ അല്ല, എനിക്ക് സുഖങ്ങൾ കിട്ടുന്നില്ല, എന്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു പോകുന്നു, ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. കാരണം അപ്പം നമ്മൾ പഠിച്ചതും അറിഞ്ഞതുമായ സകലമാന കാര്യങ്ങളും സകലം പോലും തെറ്റാതെ നമ്മൾ കറക്റ്റാ ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആവും. പക്ഷെ മറ്റതങ്ങനെ അല്ല. അവരൊന്നും കറക്റ്റായിട്ട് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ദൈവമാരെന്ന് അറിഞ്ഞുകൂടാ, അദൃശക്തികൾ അറിഞ്ഞുകൂടാ, ആത്മാവെന്തെന്ന് അറിഞ്ഞുകൂടാ. അവരെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അങ്ങ് ഓക്കെ ആകുന്നു. എങ്ങനെ? ഈ പ്ലേ ക്ലാസ്സിലെ കുട്ടിക്ക് സാറന്മാര് വാരി കൊടുത്ത് അല്ലെങ്കിൽ എടുത്തോണ്ട് കാറിയിരുത്തി എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടാക്കുന്നത് പോലെ ഇവർ എന്ത് മണ്ടത്തരം കാണിച്ചാലും മറ്റു അദൃശക്തികൾ ഫ്രീ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇനിയും ജന്മങ്ങളുണ്ടല്ലോ, അപ്പം നിന്നെ നല്ല വളർന്ന് പറഞ്ഞനുസരിച്ച് നല്ല നുള്ളു തന്ന് പഠിപ്പിക്കും എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നതല്ല ഈ പ്രകൃതി കാണുന്നത്. ഇതാദ്യം തിരിച്ചറിയണം. അപ്പൊ എത്രത്തോളം നിങ്ങൾ എന്റെ മെസ്സേജ് ഇപ്പൊ ഞാൻ എനിക്ക് തന്നെ ഒരുപാട് രഹസ്യങ്ങളും മർമ്മങ്ങളൊക്കെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ കൽക്കിയെ കുറിച്ചാണെങ്കിലും ഏലിയൻസിനെ കുറിച്ചാണെങ്കിലും ദൈവത്തിന്റെ ഫ്യൂച്ചർ ഭാവിയിലെ പ്ലാനുകൾ, ഇപ്പൊ 2028 ശേഷം എങ്ങനെയൊക്കെയാണ്, അപ്പൊ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ പറഞ്ഞ് ഇനിയും ആൾക്കാർക്ക് അറിവും കാര്യങ്ങളും കൊടുക്കരുത്. കാരണം ഉള്ളതേ ആരും പാലിക്കുന്നില്ല. അപ്പൊ ഇതിനെ നിങ്ങളെ സ്ട്രിക്റ്റ് ആക്കി പഠിപ്പിക്കും. ഇല്ലെങ്കിൽ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ തന്നെ പാലിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് പറയും ഇതാണ് ശരി, ഇതാണ് തെറ്റ്. പക്ഷെ നിങ്ങളത് അനുസരിക്കില്ല. നിങ്ങൾ തെറ്റാണെന്ന് ഉള്ളിൽ കിട്ടിയാൽ പോലും ഇത്രയും നാളും ചെയ്തതും അല്ലെങ്കിൽ ഈ സുഖം അങ്ങോട്ട് കളയണമല്ലോ എന്ന് വിചാരിച്ച് ആ തെറ്റേ നിങ്ങൾ ചെയ്യുള്ളൂ. തെറ്റാണെന്ന് അറിഞ്ഞാലും അതേ ചെയ്യുള്ളൂ. പക്ഷെ അപ്പോൾ എന്ത് പറ്റും? മറ്റു അദൃശ്യ ശക്തികൾ നിങ്ങളെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കുകയും ചില സിറ്റുവേഷൻസ് നിമിത്തങ്ങളിലൂടെ നിങ്ങളെ ഒന്ന് ഞെരിക്കുകയും ചെയ്യും. അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആകെ തകർന്നു പോകും. അപ്പൊ ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ഞാനിങ്ങനെ കൂടുതൽ അറിയിപ്പ് തന്നുകൊണ്ടിരുന്നാൽ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ അറിയുന്നു, എന്തൊക്കെ അറിയുന്നു, അതിലെല്ലാം ഈ ഫ്രീ ആയിട്ടുള്ള ആ ഒരു കരുതൽ അല്ലെ പ്രൊട്ടക്ഷൻ പ്രകൃതിയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ടേയിരിക്കും. അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇതാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. ഒരുപാട് അറിവൊക്കെ കിട്ടി. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര തത്വം ജ്ഞാനം ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന പലരും അവസാനം മെന്റലായി പോകുന്ന സിറ്റുവേഷൻസ് നമുക്കറിയാം. അവസാനം അവർ ഭ്രാന്തായിട്ട് ലാസ്റ്റ് ഭ്രാന്തുണ്ടോന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ ഒരു ഭ്രാന്തനായി പോകും. കാരണം ആയി പോണതാണ്. കാരണം അത്രയും അറിവുകൾ അവർ നേടി അത്രയും നെഗറ്റീവ്സ് അവരെ കിടന്ന് ശല്യം ചെയ്യുകയും തടസ്സപ്പെടുത്തുകയും അത്രയും പ്രകൃതി അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുക, അത്രയും അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയും. അപ്പൊ എത്രത്തോളം ആത്മീയജ്ഞാനം ആത്മീയ അറിവുകൾ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്നു, അത്രയും നിങ്ങൾ തന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം കിട്ടിയ അറിവ് വെച്ച് പ്ലാൻ ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഫ്രീ ആയിട്ട് കാര്യങ്ങൾ നടക്കൂല. എന്നാൽ അതൊന്നും പാലിക്കാതെ നിങ്ങൾ തെറ്റിപ്പോയാൽ അതനുസരിച്ച് കിട്ടിയ കാര്യങ്ങളെല്ലാം നിങ്ങളെ അനുഭവത്തിലൂടെ ഈ പ്രകൃതി പഠിപ്പിക്കും. ഇതുകൊണ്ടാണ് ഈ ഭാവിയിൽ ഭയങ്കരമായ കഷ്ടം ഭൂമിയിൽ വരും, ഒരു മഹാപീഡന കാലഘട്ടം എന്നൊക്കെ ബൈബിളിൽ പറയുന്നത്. ആരും വന്ന് ആരെയും കൊണ്ട് പീഡിപ്പിക്കുന്നതല്ല, അതൊരു സൈഡിലുണ്ട്. പക്ഷെ മാനസികമായിട്ടുള്ള ഈ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിൽ പെടും. ഇതിന്റെ മെയിൻ കാരണം അറിവുകൾ മാക്സിമം ദൈവം കൊടുക്കുന്നു, ഇതെല്ലാം അറിയുന്നു. പക്ഷെ നമ്മൾ ഒന്ന് ഉഴപ്പുന്നു, അത് ചെയ്ത് മുന്നോട്ട് ജയിച്ചു പോകാത്തത് കാരണമാണ് പ്രകൃതി സകല ഒന്ന് ബ്ലോക്കാക്കി പഠിപ്പിക്കുന്നത് എന്ന സത്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. ഇതോടൊപ്പം മറ്റേ അസുരശക്തികളുടെ ശല്യങ്ങൾ വേറെയുണ്ട്. കാരണം ഒരു ആള് ആത്മീയമായിട്ട് വളർന്നു പറഞ്ഞനുസരിച്ച് യുവമാര് മാക്സിമം യവനെ വഴി തെറ്റിക്കാനേ നോക്കും. അപ്പൊ എങ്ങനെ വഴി തെറ്റിക്കുന്നു? കിട്ടിയ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല. അത് സാരമില്ല, അത് പിന്നെ ചെയ്യാം, ഇപ്പൊ ഇങ്ങനെ പോട്ട്, അതൊക്കെ നാളെ നോക്കാം, ഇങ്ങനെയൊന്നും പെട്ടെന്ന് ആർക്കും പറ്റൂല. ഇങ്ങനെയൊക്കെ ഉള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ തോന്നലുകളായി തന്ന് ഈ അസുര ശക്തികൾ നമ്മളെ ഇതൊന്നും പാലിക്കാൻ സമ്മതിക്കൂല. ഇതാണ് അവർ ചെയ്യുന്ന മെയിൻ പരിപാടി.
ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.